അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ ട്രെയിനിനാണോ വരുന്നത്? അവർ ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് എങ്ങനെ വരും? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ അന്വേഷിച്ചോ? അത് ശരിയാണല്ലോ. അവര് ട്രെയിനിനാണോ ബസ്സിനാണോ വരുന്നത്? ഇത് ഉണങ്ങുന്നില്ലല്ലോടി. നിങ്ങളെ കയ്യിൽ പന്തോ ചുറ്റിക്കൊണ്ടിരുന്നോ? അവരെ ബാംഗ്ലൂർക്ക് പോവുക. ഒടുക്കം നമ്മൾ രണ്ടാം തരക്കാരാകും. ആ ലളിതയില്ലേ ആദ്യ സാമർത്ഥ്യക്കാരിയാ. അയ്യോ, അവരൊന്ന് ബാംഗ്ലൂർ പോകുന്നതിന് നീ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനല്ലേ, അവന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടി, നീ എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ അവൻ വളർന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഈ നട്ടലുണ്ടാവുന്നത്? ആഹാ, എന്നിട്ട് അലമാരയുടെ കൈ പോയപ്പം ഞാനല്ലേ ഉള്ളു ഇപ്പൻ ഓയിൽ കലക്കി തരാൻ. എടി, അത് നിന്റെ പാലിന്റെ കണക്കെഴുതിയ കലണ്ടർ എടുക്കാനല്ല ഞാൻ ഈ അലമാരയുടെ. അലമാര ഉണ്ടാക്കിയ ഒരു ഗതികേടും. എടി, അത് കലങ്ങിയില്ലടി. നിങ്ങളുടെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് ആ കാലിട്ട് കലക്ക്. ഒരു അലമാരം എന്തൊരു കഷ്ടമാന്ന് പറ. നീ എന്തോന്നാണ് ഈ തേച്ചോണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് പഠിച്ചേ. ഇവിടെ ഒരു ബിക്കാനീർ. എന്താടി നിന്റെ ബക്കാടീർ? ആ കണ്ടില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ആ, പഠിച്ചോണം. അല്ലെങ്കിൽ കണ്ട വീട്ടിൽ പോയി ഇങ്ങനെ കാടിയും കലക്കി ഇരിക്കേണ്ടി വരും. എന്റെ ഗതികേട് വരും നിനക്ക്. നമുക്കൊരു യൂബർ വിളിച്ച് വന്നാ പോരായിരുന്നു ചേട്ടാ? യൂബർ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടല്ലേ. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ല അച്ഛാ? ആ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരല്ലേ ഇങ്ങോട്ട്? അതെ, പക്ഷെ സ്വാതിക്കതാ സൗകര്യം. പിന്നെ ഓഫീസേ അടുത്താ. എല്ലാവരും ആ അലമാരം ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് മോശമായിപ്പോയി. നിങ്ങളുടെ ഉപയോഗത്തിനല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചെന്ന അലമാര നാട്ടിലിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ അച്ഛാ, അത് ഒരു ലോറിയിലൊക്കെ കയറ്റിയും കൊണ്ടുവരണ്ടേ. പോരാത്തതിന് അതിന് ഭയങ്കര ഭാരവും വലിപ്പവും. അതുകൊണ്ടാ. നോക്കി എന്ത് വലിയ മിസൈലാ ആ ലോറിയിൽ കെട്ടി വിളിച്ചോണ്ട് പോകുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരു അലമാര. അമ്മയാണല്ലോ. ഹലോ. ആ ഹലോ അമ്മേ. അരുണില്ലേ ഇവിടെ? അരുണേട്ടൻ കുളിക്കുകയാണല്ലോ. ആ, കുളിച്ചിറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്ക്. ശരി എന്നാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അമ്മ വിളിച്ചെന്ന് പറയാൻ പറഞ്ഞു. ആ ഹലോ അമ്മേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അമ്മേ. ദിവ്യയുടെ വല്ല റിസൾട്ടും വന്നോ? ആ, 1-2 വന്നടാ. അതിനൊന്നും കിട്ടിയില്ല. ഇനി ബിക്കാനീറിന്റെ കൂടെ വരാനുണ്ട്. അതിന് കിട്ടുമെന്ന് അവള് പറയുന്നത്. ദയവ് ചെയ്ത് ബിക്കാനീറിന്റെ കാര്യം മാത്രം എന്നോട് പറയരുത്. അവളെ പോലെയുള്ള മണ്ടിമാർ എക്സാം എഴുതുന്നോണ്ട് അവർ റിസൾട്ട് പുറത്തു വിടാത്തതാ. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എത്ര കാലം എക്സാം എഴുതാൻ തുടങ്ങിയിട്ട്. നീ ആ അലമാരയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. മനുഷ്യന്റെ കൈ കാലിൽ തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല.